ഹായ്, ഞാൻ പ്രസാദ്. KP വോയ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ നമ്മൾ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട അഥവാ സോഷ്യൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് പറയുന്നത്. സോഷ്യൽ ആങ്സൈറ്റി എന്ന ഒരു കൺസെപ്റ്റ്, അതുപോലെ തന്നെ ഇൻട്രോവേർട്ട് എന്ന ഒരു കൺസെപ്റ്റ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതിലേതാണ് അപകടം, ഏതാണ് നല്ലത് എന്നൊക്കെ നമുക്ക് നോക്കാം. പൊതുവെ നമ്മൾ ആളുകളെ കാണുമ്പോൾ എല്ലാ ആളുകൾക്കും മറ്റുള്ളവരുമായി ഇടപഴകാൻ ചെറിയൊരു സങ്കോചം ഉണ്ടായിരിക്കും. എക്സ്ട്രോവേർട്ടുകൾ ഇൻട്രോവേർട്ടുകൾ എന്ന രീതിയിൽ ആളുകളെ നമ്മൾ നോക്കിക്കാണുന്ന സമയത്ത് എക്സ്ട്രോവേർട്ടുകൾക്ക് ഇതല്പം കുറവായിരിക്കും എന്നേ ഉള്ളൂ. അവരെല്ലാവരും കണ്ടാലും അങ്ങോട്ട് ചാടിക്കയറി പരിചയപ്പെടും, എല്ലാവരെ കണ്ടാലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും, അങ്ങനെയൊന്നുമില്ല. ചെറിയ ഒരു സങ്കോചത്തിൽ ചെറിയൊരു കുറവുണ്ടാവും. എന്നാൽ ഇൻട്രോവേർട്ടിന് ഇത് തീരെ സാധിക്കില്ല. അവർക്ക് ഭയങ്കര അത് ആവശ്യമില്ല, സെൽഫ് സഫീഷ്യൻ്റ് ആണ്, അഥവാ ഒറ്റയ്ക്കിരിക്കാനായിരിക്കും താല്പര്യം എന്നതാണ്. ഇനി ഈ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ച്, അഥവാ ഈ ഒരു ധാരണ വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം സോഷ്യൽ ആങ്സൈറ്റി ഉള്ള വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. നമ്മുടെ സമൂഹത്തിനെ ഓർത്ത് ഉത്കണ്ഠയുള്ള, അഥവാ സമൂഹത്തിനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ളവർ ഇൻട്രോവേർട്ടുകളാണ് നമ്മൾ തെറ്റിദ്ധരിക്കും. ജനറലി മനുഷ്യർ എന്ന് പറയുന്നത് എക്സ്ട്രോവേർട്ടുകളാണെന്നാണ് സത്യം. മനുഷ്യർ സാമൂഹ്യ ജീവികളാണ്. സാമൂഹ്യ ജീവികൾ എല്ലാവരും തന്നെ സമൂഹത്തിൽ ഇടപെടാനും സമൂഹവുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാനും സ്വയം മനസ്സുകൊണ്ട് ട്രെയിൻഡാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് ബാക്കി ജീവികളുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് ഒരല്പം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമൂഹവുമായി ഇണങ്ങിപ്പോകാനും ഒത്തുപോകാനും ചില മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ളവർ സമൂഹത്തിൽ നിന്നൊരല്പം വിട്ടു നിൽക്കുമ്പോൾ അവരെ ഇൻട്രോവേർട്ടാണ് നമ്മൾ തെറ്റിദ്ധരിക്കും എന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു കൺസെപ്റ്റിനെ ഒന്നും കൂടെ പുനർവിചിന്തനം നടത്തി നോക്കാം. ആദ്യമേ തന്നെ മനസ്സിലാക്കണം എന്താണ് സോഷ്യൽ ആങ്സൈറ്റി, എന്താണ് ഇൻട്രോവേർട്ട്സ് എന്ന്. ഇതിൻ്റെ അടിസ്ഥാനപരമായ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാനായാലും ശരി, സോഷ്യൽ ഗ്യാതറിങ്ങിലേക്ക് പോകുമ്പോൾ എന്താണ് ഈ കൂട്ടർക്ക് തോന്നുന്നത് എന്ന് മനസ്സിലാക്കണം. ആ ഒരൊറ്റ ചിന്താഗതിയിലെ വ്യത്യാസം മതി ഇവർ ഇൻട്രോവേർട്ടാണോ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരു എക്സ്ട്രോവേർട്ടാണോ എന്ന് മനസ്സിലാക്കാൻ. സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഭൂരിഭാഗം ആൾക്കാർ ബേസിക്കലി എക്സ്ട്രോവേർട്ടുകളാണ്. പക്ഷേ അവർക്ക് ഈ പേടി കാരണം അവർക്ക് പെരുമാറാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇൻട്രോവേർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ ഗ്യാതറിങ്, അങ്ങനെ ആളുകളുമായി ചേരുന്നൊരു കാര്യത്തിന് പോകുമ്പോൾ അവർക്ക് എനർജി ലെവൽ കുറയുകയാണ് ചെയ്യുക. അതായത് അവർ വേറെ പേടിയോ ടെൻഷനോ അതിനേക്കാളേറെ അവർക്ക് എനർജി ഒന്ന് കുറയും. ആൾക്കൂട്ടത്തിലിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ എനർജറ്റിക്കായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ അവർ ഒറ്റയ്ക്കിരിക്കുമ്പോൾ സാധിക്കും. അതാണ് വ്യത്യാസം. എന്നാൽ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആൾക്കാർ അങ്ങനെയല്ല. അവർ പേടിയാണ് അവരുടെ പ്രശ്നം, അല്ലാതെ എനർജി ലെവലിലെ വ്യത്യാസമല്ല. അവരൊന്ന് പരിചയപ്പെട്ടൊന്ന് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ ആ ആളുകൾ എത്ര വ്യത്യസ്തരായാലും ശരി, എത്ര പരിചയമില്ലാത്ത ആൾക്കാരും ശരി, ഒന്ന് അങ്ങോട്ട് പരിചയമായി കഴിഞ്ഞാൽ വളരെ വളരെ സ്മൂത്തായിട്ട്, വളരെ ഈസി ആയിട്ട് അവരുമായിട്ട് ഇടപഴകുക, ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നതാണ്. ഇതാണ് സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആളും ഇൻട്രോവേർട്ട് തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇൻട്രോവേർട്ട് എനർജറ്റിക്കലി ഒന്ന് ഡൗൺ ആകും, ഒരൊറ്റയ്ക്കുള്ളപ്പോൾ കൂടുതൽ ആക്റ്റീവ് ആകും. എന്നാൽ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആൾ ആ ആളുകളുമായി പരിചയപ്പെടാൻ ഉത്കണ്ഠ കാരണം ഉൾവലിഞ്ഞു നിൽക്കും എന്നതാണ്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവരുടെ എനർജി ലെവലിലെ വ്യത്യാസം തന്നെയാണ്. അതായത് ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് ഗ്യാതറിങ്ങിൽ കൂടുതൽ എനർജറ്റിക് അല്ലാതെ ഒന്ന് ഒതുങ്ങി കൂടിയിരിക്കാൻ ഇഷ്ടപ്പെടും, അഥവാ അവർക്കത് ഇഷ്ടമാണ് എന്നതേ ഉള്ളൂ. അവരോട് മറ്റുള്ളവരുമായി ഇടപെടാൻ, അല്ലെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ ആയ ഒരു ഗ്രൂപ്പിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരതിൽ ഇടപെടും എന്നതാണ്. ഇടപെടുന്നതിന് അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ അവർക്ക് എനർജി ലെവൽ കുറവായിരിക്കും. അങ്ങനെ കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ എനർജറ്റിക് ആയിരിക്കും, കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കും, കൂടുതൽ ഡീപ്പായിട്ട് ചിന്തിക്കാനൊക്കെ സാധിക്കും. എന്നാൽ നേരെ മറിച്ച് സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഇടപെടാൻ നല്ല സ്റ്റാർട്ടിങ് ട്രബിൾ ആകും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി ആയിരുന്നു. ആ ആങ്സൈറ്റിയുടെ എല്ലാ ലക്ഷണങ്ങളും അവരവിടെ കാണിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അനുഭവപ്പെടും എന്നതാണ്. ഇനി അടുത്തത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ്, അഥവാ ഇവർ റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കുന്നതിലെ പ്രത്യേകതകളാണ്. ഇൻട്രോവേർട്ടിന് വളരെ കുറച്ച് സൗഹൃദങ്ങളെ ഉണ്ടാവാറുള്ളൂ, പക്ഷേ അത് വളരെ ഡീപ്പായിട്ടുള്ള, വളരെ ഇമോഷണലി ബോണ്ടഡ് ആയിരിക്കും എന്നതാണ്. അതായത് അയാൾക്കൊരു സങ്കടം വന്നാൽ ആ സങ്കടം ഈ ഇൻട്രോവേർട്ട് എന്ന ക്യാരക്ടറുള്ള ആൾക്കും ഉള്ളിൽ ഫീൽ ചെയ്യും, ഭയങ്കര എംപത്തറ്റിക് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കും. എന്നാൽ നേരെ മറിച്ച് സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആൾക്കാർക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല. അവരുടെ ബോണ്ടുകൾ എന്ന് പറയുന്നത് ഇൻട്രോവേർട്ടിനനുസരിച്ച് ഡീപ്പായിരിക്കില്ല. അവർ കുറച്ചും കൂടി ഈസി ആയിരിക്കും, കുറച്ചും കൂടി ഷാലോ ആയിരിക്കും.
എന്നാൽ നേരെ മറിച്ച് അവർക്ക് ബോണ്ടുകൾ ഉണ്ടാക്കാൻ പ്രയാസമുണ്ടാവും കേട്ടോ. പക്ഷെ എന്നാലും അത് എത്ര കാലത്തെ പരിചയമായാലും അത്രത്തോളം ആഴത്തിലേക്ക് പോകാറില്ല എന്നാണ്. ഡെപ്ത് വളരെ കുറവായിരിക്കും. അത് എക്സ്ട്രോവേർട്ടിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള എക്സ്ട്രോവേർട്സിനെ നമ്മൾ ഇൻട്രോവേർട്ടുകളായി തെറ്റിദ്ധരിക്കും എന്ന് പറയാൻ കാരണം. ഇനി അടുത്തതാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന, അഥവാ നമുക്ക് നോക്കുന്ന മാത്രമേ തന്നെ മനസ്സിലാക്കാവുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ ചിന്തിച്ചാൽ കിട്ടും. ഇൻട്രോവേർട്ടുകളായ ആളുകൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനർജിയും ഫോക്കസും കൂടുതലായിരിക്കും. അതുകൊണ്ട് അവർക്ക് ഡിസ്ട്രാക്ഷൻസ് ഉപയോഗിക്കുന്ന ശീലമുണ്ടാവില്ല. അതായത് ഇൻട്രോവേർട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ അയാൾ ഒറ്റയ്ക്കാണ്, അയാൾ പീസ്ഫുള്ളാണ്, അയാൾ ഹാപ്പിയാണ്, അയാൾ സെൽഫ് സഫീഷ്യൻ്റാണ്. അതാണ് ഇൻട്രോവേർട്ട്. എന്നാൽ നേരെ മറിച്ച് സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒറ്റയ്ക്കിരിക്കുന്നവർ എന്തെങ്കിലും ഡിസ്ട്രാക്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ്. ഏറ്റവും നല്ല എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം തന്നെയാണ് മൊബൈൽ ഫോൺ, അഥവാ ജനറലായിട്ട് നമുക്ക് ടെക്നോളജി എന്ന് പറയാം. ടെക്നോളജി എന്നതൊരു ഡിസ്ട്രാക്ടറായിട്ട് അവർ യൂസ് ചെയ്യും. എന്തെങ്കിലും സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഒരു പർപ്പസ് ഇല്ലാതെ സമയം ഇങ്ങനെ വഴക്കിക്കൊണ്ടിരിക്കും. അവർ നമുക്ക് ഒറ്റയ്ക്കിരിക്കാനും വയ്യ. അപ്പോൾ എന്നാൽ നേരെ മറിച്ച് ആൾക്കാരായിട്ട് കൂട്ടുകൂടാനും വയ്യ. അപ്പോൾ സ്വയമായിട്ട് ടെക്നോളജിയെ കൂട്ടുപിടിച്ച് ഒരു ഭാഗത്ത് ചടഞ്ഞു കൂടിയിരിക്കും. അതാണ് സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആളിൻ്റെ പ്രത്യേകത. ഇനി ഈ സോഷ്യൽ ആങ്സൈറ്റി പ്രശ്നമാണോ? യഥാർത്ഥത്തിൽ ഇത് വലിയ പ്രശ്നമൊന്നുമല്ല. കാരണം ഇതൊരു ആങ്സൈറ്റിയാണ്. നമ്മളൊന്ന് മെനക്കെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് തോൽപ്പിച്ചെടുത്ത് നമുക്ക് മുന്നോട്ട് സ്മൂത്തായിട്ട് പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ചില ആളുകളിൽ ഈ ഒരു ആങ്സൈറ്റി അവർക്ക് ഒരു ക്യാരക്ടറിൻ്റെ പ്രശ്നമായി മാറുകയും ക്രമേണ അത് ആൻറ്റി സോഷ്യൽ ബിഹേവിയറിലേക്ക് പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാരെ കുറിച്ചുള്ള വലിയ പരാതിയാണല്ലോ, വയലൻസ് വളരെ കൂടുതലാണെന്നുള്ളത്. വയലൻസ് വളരെ കൂടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് സാമൂഹ്യ വ്യവസ്ഥിതിയിൽ വന്ന വ്യത്യാസമാണ്. സാമൂഹ്യ വ്യവസ്ഥിതിയിൽ വന്ന വ്യത്യാസം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ചിന്താഗതിയിൽ വ്യത്യാസവുമായി ആളുകൾക്ക് ഒത്തുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. ആ ഒത്തുപോകാനുള്ള ബുദ്ധിമുട്ട് സോഷ്യൽ ആങ്സൈറ്റിക്ക് വഴിമാറുന്നു. ആ സോഷ്യൽ ആങ്സൈറ്റി കാരണം അവർ ഉൾവലിഞ്ഞു പോകുന്നു. ഉൾവലിഞ്ഞു പോകുമ്പോൾ കയ്യിൽ കിട്ടുന്ന ഡിസ്ട്രാക്ടേഴ്സിൽ മുഴുവൻ വയലൻസും വെറുപ്പും വിദ്വേഷവും ഒക്കെ അവർ കാണുന്നു. അങ്ങനെ ഒരു ചെയിനായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ വയലൻസ് കൂടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ന് സോഷ്യൽ ആങ്സൈറ്റിയാണ്. അതുകൊണ്ടാണ് കുട്ടികളെ നമ്മൾ പുറത്തേക്ക് ഇറക്കി വിട്ട് ശീലിപ്പിക്കണമെന്ന് പറയുന്നത്. അവരുമായിട്ട് ഇടപഴകുന്ന ആളുകളുമായിട്ട് അവർ പെട്ടെന്ന് ബോണ്ടഡ് ആവും. കുട്ടികളാണ്, അവരെ ട്രെയിൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കണം, ആളുകളുമായി ഇടപെട്ട് അവരെ ട്രെയിൻ ചെയ്തെടുക്കണം എന്ന് പറയാനുള്ള കാര്യം. സമൂഹവുമായിട്ട് ഇടപെടാൻ പറയണം. എന്താണ് സമൂഹം, എന്താണ് ടീം, എന്താണ് ആളുകളുടെ മനോഭാവം എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാതായിരിക്കണം. അതിന് ആളുകളുമായി ഇടപഴകിയിട്ടുള്ള ശീലം വേണം. വെറും പുസ്തകങ്ങളും ഇതും മാത്രമാകരുത് പഠനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പഠനയാത്രകളും ഒക്കെ അതിൻ്റെ ഭാഗമാണ് എന്ന് പറയാനുള്ള കാര്യം ഇതാണ്. ഇത്തരമൊരു സോഷ്യൽ ട്രെയിനിങ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത്തരമൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? എളുപ്പമാണ്. നിങ്ങളൊന്ന് മെനക്കെട്ട് ഇറങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ. സംഗതി സിമ്പിളാണ്. ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പരിചയമാനത്തിന് അടങ്ങേണ്ട ഒരു ഹലോ, സമയം എന്തായി എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എങ്ങോട്ടാണ് പോകുന്നത്, എന്താ എവിടെയാണ് വീട്, അങ്ങനെ എന്തെങ്കിലും ജനറലായ ചോദ്യം ചോദിക്കുക. അവർക്ക് സംസാരിക്കാൻ മിക്കവാറും താല്പര്യം, 90% ആൾക്കാർക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടാകും. അങ്ങനെ നമ്മളൊന്ന് ചോദിക്കുന്നു, സംസാരിക്കുന്നു. കൂടുതൽ നിങ്ങൾ വലിയ ലോകവർത്തമാനം പറയൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾ അയാളോട് സംസാരിച്ചാൽ മതി, ഒന്ന് ചിരിച്ചാൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സമൂഹവുമായി ഇടപെടാനുള്ള ഒരു പേടി മാറിക്കിട്ടും എന്നതാണ്. പിന്നെ ഗ്യാതറിങ്ങുകളിലേക്ക് പോകുക, അതൊക്കെ ഒന്ന് കാണുക. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ പതുക്കെ കൊണ്ട് ഇതൊരു ശീലമാക്കുക, ഇതൊരു ഹാബിറ്റാക്കുക. അങ്ങനെ ഹാബിറ്റായാൽ ക്രമേണ നിങ്ങൾ സോഷ്യൽ ആങ്സൈറ്റിയെ മാറ്റിയെടുക്കണം. അഥവാ സോഷ്യൽ ആങ്സൈറ്റി കാരണമുള്ള പ്രശ്നങ്ങളെ നിങ്ങൾക്ക് നേരിടാൻ സാധിക്കും എന്നതാണ്. പ്രിയപ്പെട്ടവർ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരമൊരു ഇൻഫർമേഷൻ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു സോ മച്ച്.